മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വർഗത്തിൻ്റെ ഒരു ചെറിയ സമ്മാനം, സ്വർഗം തന്ന സ്വർഗീയ സമ്മാനങ്ങളായ മക്കളെ എങ്ങനെ വിശുദ്ധമായിട്ട് വളർത്തി കർത്താവിന് ഏറ്റവും മനോഹരമായി തിരിച്ചേൽപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ മാതാപിതാക്കളെ സഹായിക്കാനുള്ള ഒരു ചെറിയ പരിശ്രമം, അതാണ് മധുരമൊഴി. അത് നമ്മളോട് സഹായിക്കാനായിട്ട് ഇന്നെത്തിയിരിക്കുന്നത് എറണാകുളത്തു നിന്നുള്ള പ്രിയപ്പെട്ട സോണിച്ചേട്ടനും ടിനി ചേച്ചിയുമാണ്. അവർക്ക് 3 മക്കളുണ്ട്. ഇവർ രണ്ടുപേരും സാമിയിൽ ആക്റ്റീവായിട്ടുള്ള മിനിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരാണ്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പം നമ്മുടെ ഹോട്ട് സീറ്റിലുള്ള കൗൺസിലർ നമ്മുടെ പ്രിയപ്പെട്ട ജോർജേട്ടനാണ്. ജോർജേട്ടനെ പ്രത്യേകിച്ച് നമുക്ക് പരിചയപ്പെടുത്താൻ ആവശ്യമൊന്നുമില്ല. ചേട്ടൻ സ്നേഹപൂർവ്വം മധുരമൊഴിയുടെ വീണ്ടും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരിക്കലേ ഞാൻ ഞായറാഴ്ച കുർബാനയ്ക്ക് ഒരു പള്ളിയിൽ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ ഉടുപ്പൊക്കെ ഇട്ട് കുർബാനയ്ക്ക് മണിയൊക്കെ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ കുർബാനയ്ക്ക് കൊടുത്തിരിച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെയാണ്. അൽത്താര ശുശ്രൂഷകരല്ല, അൽത്താര മൂത്ത ആൾക്കാരാണ് അവിടെ ശുശ്രൂഷകരായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ലൈനായിട്ട് പള്ളിയുടെ ആനവാതിലിൽ നിന്നാണ് പ്രദക്ഷിണമായിട്ട് പള്ളിയിലേക്ക് കുർബാനയ്ക്ക് വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് റെഡിയായി നിന്ന സമയത്ത് ഞാനിങ്ങനെ കൈയൊക്കെ കൂപ്പി ഭയങ്കര ഭക്തിയാദരവോടെ നിൽക്കുകയാണ്. അപ്പോൾ മധ്യഭാഗത്ത് നിന്നും ഒരു 10-17 വയസ്സുള്ളൊരു പയ്യൻ, അവൻ ഭയങ്കര സ്പീഡിൽ ഇറങ്ങി വരുന്നു. അടുത്തിൻ്റെ കസേരയൊക്കെ ചവിട്ടി തെറിപ്പിക്കുന്നു. ആൾക്കാരിങ്ങനെ പകച്ച് നിൽക്കുക, കുർബാന തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അവന് ഓടി വന്നിട്ട് എന്നെയൊക്കെ അങ്ങ് സൈഡിലോടെ മാറ്റിയെടുത്തിട്ട് അങ്ങ് ഇറങ്ങിയങ്ങ് പോയി. ഞാൻ അവൻ ഇടി കൊള്ളാതിരിക്കാൻ വേണ്ടി സൈഡിലേക്ക് പോകാം. കാരണം അതുപോലെ കൈയൊക്കെ വീശി അവൻ വരുന്നത് കണ്ട ശരിക്കും ഒരു മാഡായിട്ടുള്ള ചെറിയൊരു ഭ്രാന്തൊക്കെ ഉണ്ടെന്ന് തോന്നിക്കുന്നൊരു പയ്യൻ. ഞാൻ അവനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് നിൽക്കണം, എന്താ സംഭവിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ അവൻ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങി മണിയടിക്കുന്ന മണിമാളികയുണ്ട്. അവനെ സൈഡിൽ പോയി അങ്ങ് കസേരയിട്ട് അങ്ങ് ഇരുന്നു. അടുത്തിൻ്റെ കസേരയൊക്കെ ചവിട്ടി തെറിപ്പിക്കുന്നു, ഇടിക്കുന്നു. അപ്പോൾ നമുക്ക് സൈക്കിക്കാന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത്. ഞാൻ നോക്കി പലരും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനിങ്ങനെ ക്ലോസായിട്ട് ഒബ്സർവ് ചെയ്തു. ഒന്നും പ്രത്യേകിച്ച് കമൻറ്റൊന്നും പറഞ്ഞില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അടുത്തിരുന്ന എൻ്റെ അടുത്ത് നിന്ന് ഒരു അൾത്താര ശുശ്രൂഷകനായ ഒരു പ്രായമുള്ള ചേട്ടൻ, ഒരു 19 വയസ്സൊക്കെ ഉണ്ട്. പുള്ളിന്ന് പറയാണ്, ഇന്ന് മോശമല്ലേ പിള്ളേരെ കാണിക്കുന്നത്, എന്താ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, മേ ബി അവൻ ചിലപ്പോൾ മാനസിക അസുഖം എന്തെങ്കിലും കാണും, മെൻ്റലി അല്ലെങ്കിൽ ഡിപ്രഷൻ കാണും, അതായത് ഓട്ടിസമൊക്കെ ഉള്ള കൊച്ചാന്ന് തോന്നുന്നു നടപ്പൊക്കെ കണ്ടിട്ട്. ഇപ്പോൾ ഞാൻ അങ്ങനെ വളരെ മൈൽഡായിട്ട് കുറ്റപ്പെടുത്താത്ത രീതിയിൽ കമൻറ്റൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിൽ പറയാനുണ്ട്, ഇവനൊക്കെ എന്ത് കാണിച്ചിട്ട് നടക്കുന്നൊക്കെ ഉണ്ടല്ലോ, അല്ലാതെ നമ്മളിങ്ങനെ പ്രതികരിക്കരുതല്ലോ. വളരെ മൈൽഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കുള്ള ശരിയാണ്, ആയിരിക്കുന്നവൻ്റെ അമ്മയാണ്. അവൻ ചൂണ്ടി കഴിഞ്ഞാൽ നോക്കിയപ്പോൾ ഫ്രണ്ടിൽ ഒരു കസേരയിൽ ഒരു അമ്മ മാത്രമായിട്ട് ഇരിപ്പുണ്ട്. അതവൻ്റെ അമ്മയാണ്, എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടിയാണോ? അങ്ങനെയൊന്നുമില്ല. അവൻ്റെ ചേട്ടന്മാരൊക്കെ നല്ല പിള്ളേരാണ്, വെൽ പ്ലേസ്ഡ് ആണ്, ജോലിയൊക്കെ ആയിട്ട് നല്ല നല്ല പക്വതയുള്ള ചെറുപ്പക്കാരൻ, എനിക്കറിയാവുന്ന പിള്ളേരാണ്. ഓക്കെ ഞാൻ ചോദിച്ചു അങ്ങനെയല്ലേ, ഓക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ പയ്യൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുമായിരിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറയുകയാണ്, ഞാൻ ചോദിച്ചു ചേട്ടൻ അറിയാമോ ആ കുട്ടിയെ, ചേട്ടൻ വീടിൻ്റെ അടുത്ത് വല്ലതാണോ? പിള്ളേരാണ്, അല്ല എൻ്റെ മോനാണ്. ആ പറഞ്ഞു എന്നോട് ഇത്ര സംസാരിച്ചിരിക്കുന്ന ആളുടെ മോൻ തന്നെയാണ് ഈ പ്രശ്നമെല്ലാം കാണിച്ചിട്ട് പോയിരിക്കുന്നത്. അപ്പോഴാണ് പറയുന്നത്, ആയിരിക്കുന്നത് അത് കൊച്ചിൻ്റെ അമ്മയാണ്, ചേട്ടനെ എനിക്കറിയാം. അങ്ങനെ പല ഇൻസിഡൻ്റൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ അതിനു മുമ്പ് തന്നെ വന്നായിരുന്നു, ഇതിനൊക്കെ വളർത്തിയവരാണ് ആദ്യം തല്ലേണ്ടത്. അതൊന്നും ഞാൻ എന്തായാലും പബ്ലിക്കായിട്ട് പറഞ്ഞില്ലായിരുന്നു. അത് ഈ അപ്പനാന്ന് അറിയുന്നതിന് മുമ്പ് പറഞ്ഞിട്ടേക്ക് വലിയൊരു അബദ്ധമായി പോയാരെ. എന്നിട്ട് ഈ പുള്ളിയോട് പറയുകയാണ്, ഇന്നലെ രാത്രി അവൻ വണ്ടിയെടുത്ത് പുറത്ത് പോയായിരുന്നു, പുറത്ത് പോയിട്ട് എവിടെ കൊണ്ട് ഇടിപ്പിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി കാര്യമായിട്ട് വഴക്കിട്ടു. ഇന്ന് പള്ളിയിലേക്ക് വന്നപ്പോൾ ഞാൻ വീണ്ടും ഒന്നൊരു വഴക്കിട്ടു. അവന് ഇഷ്ടപ്പെട്ടില്ല, അവന് ഫ്രസ്ട്രേഷൻ അവൻ തീർക്കുന്നതാണ്. പ്രിയപ്പെട്ടവർ, ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ സംസാര വിഷയവും. കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് തിരുത്താം? ഇത് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ കാര്യമായിട്ട് വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഒക്കെ കാര്യമായിട്ട് വരുമ്പോൾ ഈ തിരുത്തരുന്നൊരു സാധനം ഇൻവേർട്ടർ കോമിലിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പലരും പറയുന്നു കുഞ്ഞുങ്ങളെ തിരുത്തരുത്, തിരുത്തിക്കഴിഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ്, അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. ചിലർ പറയുന്നു ഒന്നും നോക്കരുത്, വെട്ടിക്കുത്തി തിരുത്തണം, അല്ലെങ്കിൽ വളരെ മൈൽഡായിട്ട് തിരുത്തണം. നമുക്കൊരു കൃത്യമായിട്ട് സമവാക്യങ്ങളില്ലാത്ത, പക്ഷെ നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് നമ്മളിങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് എങ്ങനെ നയപരമായിട്ട് കുഞ്ഞിന് മുറിവേൽക്കാതെ എന്നാൽ തിരുത്തേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് എങ്ങനെ കുഞ്ഞുങ്ങളെ നയപരമായിട്ട് തിരുത്തി വളർത്തിക്കൊണ്ട് വരാം. അതാണ് നമ്മുടെ സംസാര വിഷയം. നമുക്ക് നമ്മുടെ ജോർജേട്ടൻ നിന്ന് തുടങ്ങാം. ജോർജേട്ടാ, ഈ ഒരു തിരുത്തണോ വേണ്ടയോ, എങ്ങനെ തിരുത്തണം, എന്തുമാത്രം തിരുത്തണം, എവിടം വരെ തിരുത്തണം, ഇതൊക്കെ വളരെ സെൻസിറ്റീവായ ഒരു മാറ്ററാണ്. പ്രത്യേകിച്ച് സൈക്കോളജിയൊക്കെ വല്ലാണ്ടങ്ങ് വളർന്നു പോയ സമയത്തൊക്കെ ഇതൊക്കെ ഭയങ്കര സെൻസിറ്റീവായ ഒരു കാര്യമാണ്. ജോർജേട്ടൻ എങ്ങനെയാണ്? ഇച്ചിരി പറയുമ്പോൾ പഴയ ആംഗിളായി പോവായിരിക്കും, എന്നാലും പറഞ്ഞോളൂ. അതുകൊണ്ട് പറയണല്ലോ, ഓൾഡ് ജനറേഷൻ ആയതുകൊണ്ട്. അല്ല, ഓൾഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഞാനൊക്കെ തിരുത്തപ്പെട്ടത് വളരെ ശക്തമായ തിരുത്തലുകളാണ്, അല്ലാതെ നയപരമായ തിരുത്തലുകളേക്കാൾ കൂടുതൽ ശക്തമായ തിരുത്തലുകളാണ്. എനിക്ക് തോന്നുന്നു ആദ്യമേ തന്നെ നമ്മൾ ഫേസ് ചെയ്യേണ്ട കാര്യം, നമ്മൾ തിരുത്തണമോ വേണ്ടയോ, അതൊരു സംശയമില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക്. ചിലപ്പോൾ കാരണം തിരുത്തേണ്ട ആവശ്യമില്ല എന്ന് പോലും ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ എന്നുള്ള നിലയ്ക്ക് തിരുത്തലുകൾ, എനിക്ക് തോന്നുന്നു ഈ തിരുത്തലുകളാണ് ഒരു മനുഷ്യനെ മൃഗത്തിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. നമ്മളൊരു കൾച്ചർ എന്ന് പറയുന്നത് എവിടെ നിന്നുണ്ടായി വരുന്നത്? കൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ജീനുകളിലൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രാക്ടീസാണ്. അത് ചെറുപ്പം മുതലേ ഇങ്ങനെ ഉണ്ടായി വരികയാണ്. നമ്മൾ ആൾക്കാർ ഫോളോ ചെയ്യുന്നു. അത് ആൾക്കാർ ഫോളോ ചെയ്യുന്നത് കുറേയേറെ പേര്, ഒരു സമൂഹം മുഴുവൻ ഒരേ രീതിയിൽ
എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമൺ ഫാക്ടർ എടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ കൾച്ചർ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ബേസിക് റൂളായിട്ട് എനിക്ക് എടുക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളെ വ്യക്തികളായിട്ട് കാണുക, പേഴ്സണായിട്ട് കാണുക, വസ്തുക്കളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയോ ഒന്നുമല്ല. എന്നെപ്പോലെ തന്നെ എല്ലാമുള്ള വികാരങ്ങളെല്ലാം ഉള്ള, വിചാരങ്ങളെല്ലാം ഉള്ള, ഈഗോയുള്ള, ഇതെല്ലാം ഉള്ള ഒരാളാണ്. ഇത്രയും നമ്മളൊന്ന് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് നമ്മളെ ഒത്തിരി ഗൈഡ് ചെയ്തോളൂ. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അത് പറയണ്ടായിരുന്നു ഇല്ലേ? ഇത് നമുക്ക് ഹർട്ടാവുന്ന അങ്ങനെയാണല്ലോ. ഇപ്പോൾ അച്ഛൻ എന്നെ തിരുത്തുകയാണ്, എന്നെ ഒറ്റയ്ക്ക് അച്ഛനെ വിളിച്ച് തിരുത്താമായിരുന്നു. ഇവരെല്ലാവരുടെയൊക്കെ അത് പറയണ്ടായിരുന്നു. എനിക്ക് പരാതി ഉള്ളതല്ലേ, അപ്പം എനിക്കറിയാമല്ലോ. സ്വാഭാവികമായിട്ടും ഇത് കൃത്യമായിട്ട് കർത്താവ് കാണിക്കുന്ന വഴിയാണ് എങ്ങനെ തിരുത്താന്നുള്ളത്. കർത്താവിൻ്റെ ശിഷ്യന്മാർ നമുക്കറിയാലോ, ഒട്ടും തന്നെ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത, നമ്മൾ പറയുന്ന അൺസിവിലൈസ്ഡ് സെറ്റപ്പിൽ വന്ന ശിഷ്യന്മാരൊക്കെ ആയിരുന്നു. ഇപ്പോൾ പത്രോസിൻ്റെ കാര്യം എന്തോരം മണ്ടത്തര കാണിക്കുന്നത്. വഴി കൂടി പോകുമ്പോൾ വല്ലവൻ്റെയും പറമ്പിൽ നിൽക്കുന്ന സാധനം പറിച്ച് തിന്നുക, അല്ലെങ്കിൽ വല്ലയിടത്ത് ഭക്ഷണത്തിന് വിളിച്ചിട്ട് കൈ കഴുകാതെ പോയി കഴിക്കുക. ശരിക്ക് കഷ്ടത്തിന് നിരക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോഴൊക്കെ എല്ലാവരും അവരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈശോ ഒന്നും മിണ്ടുന്നില്ല. ഈശോ അവരെ ഡിഫെൻഡ് ചെയ്യാണ്. പക്ഷേ ഒറ്റയ്ക്ക് സമയം കിട്ടുമ്പോൾ കൃത്യമായിട്ട് വിളിച്ചു നിർത്തി 1, 2, 3 എണ്ണി കർത്താവ് അവർ തിരുത്തുന്നു നന്നായിട്ട്. നീ പോലെ സൈത്താനെന്നൊക്കെ കയറിയാണ് പത്രോസിനെ വിളിക്കുന്ന ഒരു സമയത്ത്. കാരണം കറക്ഷനൊക്കെ പക്കായിട്ട് കർത്താവ് കൊടുക്കുന്നുണ്ട്. പക്ഷേ സമയം, കാലം, സാഹചര്യം എല്ലാം നോക്കി അത് കർത്താവിൻ്റെ ഒരു മാതൃക നമുക്ക് ആദ്യമേ തന്നെ മുമ്പിൽ വെച്ചിട്ടങ്ങ് തുടങ്ങാം. അപ്പോൾ തിരുത്തപ്പെടേണ്ടത് എപ്പോഴും മറ്റൊരാളുടെ ഒരു മാനസികാവസ്ഥയെ ഹനിക്കാത്ത രീതിയിൽ, സ്വാതന്ത്ര്യത്തെയോ ബഹുമാനത്തെയോ ഹനിക്കാത്ത രീതിയിൽ തിരുത്തപ്പെടണമെന്നൊരു കോൺസെപ്റ്റ് നമ്മൾ തുടങ്ങാം. ഞാനൊരു സംഭവം ഓർക്കുന്നുണ്ട്. ഒരിക്കലും എൻ്റെ സുഹൃത്ത് പങ്കുവച്ചതാണ്. അവരുടെ വീട്ടിൽ തന്നെ സംഭവിച്ചതാണ്. ഒരു കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നപ്പോൾ സ്ഥിരം ഈ പാത്രം വീണ് പൊട്ടുക എന്നൊരു എല്ലായിടത്തും ഉള്ളതാണല്ലോ. കുപ്പി ഗ്ലാസ്സുകൾ അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ സ്ഥിരം പിള്ളേരെയും താഴെ വീണ് പൊട്ടും. അപ്പോഴത്തേക്ക് ഈ വീട്ടിൽ പൊട്ടുന്നതിനൊന്നും ഉത്തരവാദികളില്ല. വീട്ടിൽ 3 പിള്ളേരാണ് ഉള്ളത്. സ്ഥിരം പാത്രം പൊട്ടും. ആരാന്ന് വെച്ചാൽ ആരും മിണ്ടത്തില്ല. ആരും ഒറ്റ കൊടുക്കത്തുമില്ല, മിണ്ടത്തുമില്ല. അവർ ഭയങ്കര അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു ദിവസം ഒരു കുപ്പി ഗ്ലാസ് ആരോട് പൊട്ടി. അപ്പോൾ അമ്മ ചോദിച്ചു, ആരാന്ന് ഇപ്പം പറഞ്ഞോണം. സ്ട്രോങ് ആയിട്ട് തന്നെ അമ്മ പറഞ്ഞു. അന്ന് പതിവില്ലാതെ ഇളയാൾ സമ്മതിച്ചു, കൈവയ്ക്കും. അമ്മ ഞാനാണ് എന്ന് സമ്മതിച്ചു. എന്നിട്ട് കുനിഞ്ഞിരിക്കുകയാണ്. ഇപ്പം അടി വീഴുമെന്ന് ഉറപ്പിച്ച് കുനിഞ്ഞിരിക്കുകയാണ്. അമ്മ അടുത്തോട്ട് വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. എല്ലാവരും ഞെട്ടിപ്പോയി. ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന്. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് അമ്മ പറഞ്ഞു, ഇത് നിനക്കുള്ള സമ്മാനമാണ്. തെറ്റ് ചെയ്താൽ അത് ഏറ്റെടുക്കാനുള്ള ആർജവത്വം കാണിക്കണം, അതിനുള്ള ഒരു ധൈര്യം കാണിക്കണം, അതിനുള്ള ഒരു കുഞ്ഞു സമ്മാനം. അതിൻ്റെ പക്ഷേ പെങ്കൊച്ച് പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ പിന്നെ എന്തബദ്ധം കാണിച്ചാലും അന്നേരം കൈപ്പൊക്കി ഞാനാണെന്ന് പറയും. ആ സ്വാതന്ത്ര്യം കിട്ടി. ഇനി പേടിക്കണ്ട. ഇവിടെ അന്നേരം അടി പൊട്ടുമെന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നോ അല്ലെങ്കിൽ കഞ്ഞി തരാതിരിക്കുമെന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അത് വലിയൊരു കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. വീടൊന്നും ഒരു വലിയ തടവറയല്ലെന്നും ഇവിടെ അത് കഴിഞ്ഞാൽ AK-47 എടുത്ത് വെടിവെക്കുന്നൊന്നും ചിന്ത കൊടുക്കാതിരിക്കാൻ തന്നെ പിള്ളേർ പ്രതികരിച്ചു തുടങ്ങും, അല്ലെങ്കിൽ അവർ അംഗീകരിച്ചു തുടങ്ങും അവർ തെറ്റ്. നിങ്ങളുടെ വീട്ടിൽ 3 മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ട് സ്ഥിരം പാത്രം വെള്ളം പൊട്ടലും വീട് പൊട്ടലും അത് എല്ലാം കാണുമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പാത്രം പൊട്ടൽ അതൊരു ഇൻസിഡൻ്റ് ആണ്. അപ്പം ഞാൻ അതിനകത്ത് മനസ്സിലാക്കിയൊരു കാര്യമാണ്, ശരിക്കും നമ്മുടെ ഒരു 90% നമ്മൾ റിയാക്ട് ചെയ്യുന്നത് പോലെയാണ് അവർക്കത് പ്രശ്നമാകുന്നത്. എല്ലാ കാര്യങ്ങളുടേതാണ്. 90% നമ്മുടെ റിയാക്ഷൻ്റെ പ്രശ്നങ്ങളാണ്. ഈ മൂത്തവളാണെന്നുണ്ടെങ്കിലും ഈ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്കിനും കുറേ കാര്യങ്ങളിങ്ങനെ അവിടെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ വീട്ടിൽ വന്ന് നമ്മളോട് ഇങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കും. അപ്പോഴത്തേനും അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോഴത്തേനും പുള്ളിക്കാരി തന്നെ നമ്മൾ പറയുകയാണ്, അമ്മയോട് ഇത് സംസാരിച്ചത് കൊണ്ട് എനിക്ക് ഭയങ്കര ഫ്രീഡം കിട്ടി. അപ്പം ഇത് സംസാരിക്കണമോ വേണ്ടയോ എന്ന് എനിക്ക് ഒരു തടസ്സമുണ്ട് പുള്ളിക്കെങ്കിലും ഇത് ഓപ്പണായിട്ട് വന്നിരുന്ന സംസാരം അവളെ ഇങ്ങനെ കേട്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ അവളോട് അതിനൊരു റിയാക്ഷൻ കൊടുക്കുന്നതനുസരിച്ച് ഭയങ്കര ഫ്രീഡം ഫീൽ ചെയ്യുന്നു. അപ്പോൾ കണ്ണാടിയുടെ മുന്നിലൊക്കെ വെച്ചിട്ട് പുള്ളി ഞാൻ ഭയങ്കരമായിട്ട് ഫ്രീ ആയി, എനിക്ക് അമ്മയോട് പറയാൻ പറ്റി എന്നൊക്കെ ഭയങ്കരമായിട്ട് കണ്ണാടി നമ്മളത് ഒളിഞ്ഞിരുന്ന് നമ്മൾ കാണാറുണ്ട്. അപ്പം അതൊരു ശരിക്കും എനിക്ക് തോന്നുന്ന സ്വാതന്ത്ര്യം. ഇപ്പം മാർക്കൊക്കെ കുറഞ്ഞാണെങ്കിലും അപ്പം എന്നോട് മൂത്തോളം പറയണം, അമ്മ വിചാരിക്കുന്ന പോലല്ല സ്കൂളിലെ മറ്റു കുട്ടികളെയൊക്കെ ശരിക്കും നല്ല വഴക്കാണ് പറയുന്നത്. അമ്മ എന്നാ ഇങ്ങനൊന്നും പറയാത്തെ, അമ്മയപ്പായ എന്താ വഴക്ക് പറയാത്തെ എന്നുള്ളതാണ് അവരിങ്ങോട്ട് വന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പം നമ്മളൊരിക്കലും മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിലല്ല, എന്തുകൊണ്ടായിരിക്കും മാർക്ക് കുറഞ്ഞത്, അതൊന്ന് നീ ഒന്ന് അസസ് ചെയ്യുക, നീ തന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ മാർക്ക് കുറയുമ്പോൾ നമ്മൾ പലപ്പോഴും പേരൻസ് ഇറിറ്റേറ്റഡ് ആവാറുണ്ട്. പക്ഷെ അതിനുപരി ഞാൻ അവരോട് പറയുന്നൊരു കാര്യത്തിലേ ഉള്ളൂ, നമ്മുടെ ഒരു പാരൻ്റൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്നും കുഞ്ഞുങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് അവരോട് പറയും. അവർ മനസ്സിലാക്കുക എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു വെച്ചാൽ അപ്പയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാം പ്രൊവൈഡ് ചെയ്യുക. എൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, നിങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ തരിക എന്നുള്ളത്, നല്ല മക്കളായിട്ട് നല്ല മനുഷ്യരെ സ്നേഹിക്കുന്ന മക്കളായിട്ട് ഈ 2 ഉത്തരവാദിത്വം മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുക എന്നുള്ള എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല. അതിനു വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ നിങ്ങളെ നല്ല മക്കളായിട്ട് വളർത്താൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ മാർക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾ ചിന്തിക്കണം എവിടെയാണ് എൻ്റെ മിസ്റ്റേക്ക്. എൻ്റെ അപ്പൻ്റെ മിസ്റ്റേക്കാണോ, എൻ്റെ അമ്മയുടെ മിസ്റ്റേക്കാണോ, എൻ്റെ ടീച്ചറിൻ്റെ മിസ്റ്റേക്കാണോ, എൻ്റെ മിസ്റ്റേക്കാണോ, എന്തുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു വേ ഓഫ് തിങ്കിങ്ങിന് ഭയങ്കര ഡിഫറൻസ് വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കംഫർട്ട് ഫീൽ ചെയ്യും. കാരണം അത് ഞാൻ ഒരിക്കലും അവനെ ഇൻഡയറക്ട്ലി ഞാൻ അവനോട് പറയാണ് പ്രോബ്ലം ഈസ് യുവർ ആറ്റിറ്റ്യൂഡ്. പക്ഷേ ഞാനത് പറയുന്ന രീതി എന്ന് പറയുന്നത് ജോർജ് ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കൺവേ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിഫറൻസ് കാരണം അവർക്ക് ഇപ്പോൾ എന്നോട് എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും അപ്പോൾ ഇന്ന് 2 എണ്ണം ഞാൻ വിട്ടുള്ളൂ കേട്ടോ, ഇന്നലെ 3 എണ്ണം വിട്ടായിരുന്നു പക്ഷേ ഇന്ന് 2 എണ്ണം വിട്ടുള്ളൂ. ആ ഒരു സ്വാതന്ത്ര്യം ഞാൻ ഒരിക്കലും അവൻ 2 എണ്ണം വിട്ടെന്ന് എന്തിനാണ് 2 എണ്ണം വിട്ട് ആ ഒരെണ്ണം എന്തെന്ന് ഞാൻ ചോദിക്കാറില്ല. സോണി പറഞ്ഞൊരു കാര്യമാണ്, ഇവള് മൂത്തവളാണെങ്കിലും റിയലൈസ് ചെയ്തിട്ട് പറയും അമ്മ എന്തുകൊണ്ടാണ് ഇതിന് മാർക്ക് പറയുന്നത് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ അങ്ങനത്തെ സ്വാതന്ത്ര്യം കൊടുത്തോണ്ട് ചിന്തിക്കാൻ ബാക്ക്വേർഡ് നീ ചിന്തിച്ചു നോക്ക് എന്തുകൊണ്ടായിരിക്കും എനിക്ക് തന്നെ മനസ്സിലായി അമ്മ. എനിക്കത് താല്പര്യമില്ലായിരുന്നു. അല്ല എനിക്ക് തോന്നുന്നുണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള ഇടപെടലുകൊണ്ട് പിള്ളേർ റെസ്പോൺസിബിൾ ആകും എന്ന് ചിലപ്പം ഈ പറഞ്ഞ അതും വെറും മണ്ടത്തര. എൻ്റെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ്, എൻ്റെ ഒരു മോള് അവള് 4 മക്കളുണ്ടെങ്കിൽ 4 പേരും 4 ഇൻ്റലക്ച്വൽ ലെവൽ എന്നും പറയാൻ പറ്റില്ല. നമ്മൾ പഠിപ്പിക്കുന്ന സംഗതികളോടുള്ള അവരുടെ അപ്രോച്ചിലുള്ള പിന്നെ ഇന്നത്തെ പരീക്ഷാ രീതിയോട് പ്രതികരിക്കുന്നതിലുള്ള വ്യത്യാസം ഇതൊക്കെ അല്ലാതെ അവരുടെ വാസ്തുവിൽ അവരവരുടെ കാര്യത്തിൽ അവരവർ വളരെ ഫുൾ സഫീഷ്യൻ്റ് ആണ്. പക്ഷെ മാർക്ക് സ്കോർ ചെയ്യുന്ന കാര്യത്തിൽ ഒരാൾ അതിൻ്റെ ആ ടെക്നിക്ക് അറിയത്തില്ല. അതായിരിക്കാം കാര്യം, എന്തു ആയിക്കോട്ടെ. ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ആകെപ്പാട് ഇത്രയേ ഉള്ളൂ, നീ ആത്മാർത്ഥതയോടെ പഠിച്ചോ പഠിച്ചില്ല, ഇതല്ലാതെ ഞാൻ നോക്കിയല്ല. മാർക്ക് കിട്ടുന്നവർ വേറെ അപ്പുറത്തെ കാര്യമാണ്. മാർക്ക് കിട്ടുന്ന നമ്മളാരുമല്ല, ടീച്ചറോ ദൈവമോ അങ്ങനെ വേറെ കുറേ ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഭാഗം. ഇതെന്നെ ഒരു പ്രാവശ്യം വിഷമിപ്പിച്ചത് എന്നാന്ന് വെച്ചാൽ ഏതോ ഒരു പ്രധാനപ്പെട്ട പരീക്ഷയുടെ സമയമായി കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് +2 മറ്റേ +2 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ ഒരു മകള് ഞാനൊരു 11:30 മണിയായപ്പോൾ ഞാൻ ഉറക്കം തെളിഞ്ഞൊന്ന് എഴുന്നേൽക്കാൻ നോക്കാൻ മുമ്പ് ഇവിളിരുന്ന് പഠിക്കുന്നുണ്ട്. ഞാൻ മിണ്ടാതെ ശബ്ദം ഉണ്ടാക്കാതെ ഞാൻ പോയി കിടന്നു. ഞാൻ 2 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ ഇവിളിരുന്ന് പഠിക്കുന്നു. ഞാൻ പറഞ്ഞു മോളെ ടു മച്ച് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് നിന്നെ തന്നെ നീ കൊല്ലുന്നത് എന്തിനാ? ആർക്ക് വേണ്ടിയിട്ടാ? ഏതാണ്ട് എനിക്ക് വേണ്ടിയല്ല. എനിക്ക് വേണ്ടത് സുന്ദരിയും ആരോഗ്യവതിയും എല്ലാം ആയിട്ടുള്ള ഒരു മകളെ എനിക്ക് വേണ്ട. അല്ലാതെ കുറേയേറെ മാർക്ക് മാത്രം കൊണ്ടിരുന്ന ഒരു മകളെ കൊണ്ട് എനിക്ക് ആവശ്യം എനിക്കില്ല. അതൊന്നുമല്ലടായി, എല്ലാവരും പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പഠിച്ചാലേ എനിക്ക് അവരുടെ ഒപ്പമെങ്കിലും പറഞ്ഞു. അവരുടെ ഒപ്പവും അവരെക്കാൾ കൂടുതലും അതെല്ലാം വിട്. ഫിയറാണ് മനസ്സിൽ കിടക്കുന്നത്. നീ ഇത് വിട്ടേക്ക്, നീ കിടന്നുറങ്ങ. അല്ല ഞാൻ ഇന്ന് ഏതാണെങ്കിലും ഇതിനപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് 12 മണി ഒരു ലിമിറ്റ് വേണേ വെച്ചോ, അവിടം വരെ ഇരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനപ്പുറത്തോട്ടൊന്നും അത് പഠിക്കണ്ട. ആ കിട്ടുന്നതൊക്കെ കിട്ടിയാൽ മതി. അതുകൊണ്ട് ഞാൻ തൃപ്തിയാ. നാളെ ഇത് കുറഞ്ഞ മാർക്ക് കൊണ്ട് നീ വന്നാലും നീ എൻ്റെ മകളാ. നീ റാങ്ക് വാങ്ങിച്ചുകൊണ്ട് വന്നാലും നീ എൻ്റെ മകളാ. വ്യത്യാസമൊന്നും എന്ന് ഞാൻ പറയേണ്ട ഗതികേട് വന്നു എന്ന് വേണം പറയാം. കാരണം അത്രയ്ക്ക് അല്ല പിള്ളേർ ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂളിൽ നിന്ന് ചിലപ്പോൾ അവർക്ക് പ്രഷർ കിട്ടും. അപ്പം അവർക്ക് മാർക്ക് കിട്ടുന്നില്ല, നീ മാത്രം പഠിക്കുന്നില്ല, നിന്റെ കൂടെ ഉള്ളവർക്ക് മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പം അവരെ ചിലപ്പോൾ ഗ്രൂപ്പിൽ കൂട്ടില്ല. ഇവർ ഫേസ് ചെയ്യുന്ന ചില ഇഷ്യൂസ് ഉണ്ട്. നമ്മളോട് അവർ ഈ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമ്മളെ അടുത്തൊന്ന് പറയാൻ പറ്റും അമ്മ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം. ആ ഒരു സ്വാതന്ത്ര്യം വീട്ടിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ ആ ലൈൻ വരയ്ക്കുകയും ചെയ്യണം. അത് കറക്റ്റാണ്. നമ്മൾ അതൊരിക്കലും നമ്മൾ എന്നാ നീ ഒന്നും പഠിക്കണ്ട, ഒന്നും ചെയ്യണ്ടെന്നുള്ളൊരു എന്നെ ഒന്ന് തിരുത്തി ഒരു പ്രാവശ്യം. അപ്പം എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വളരെ കാശ്. ഞാൻ പരീക്ഷയുടെ തലേദിവസം സിനിമ കാണാൻ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ. പക്ഷേ നമ്മൾ പഠിക്കുകയും ചെയ്യും. നമുക്ക് വേണ്ട മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതല്ലാതെ കൂടുതൽ മാർക്ക് വേണ്ട അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷേ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ ടിൻറ്റുവിനോട് പറഞ്ഞാൽ അങ്ങനെയല്ല. ശരിക്കും നമ്മളൊരു എഫേർട്ട് ഇട്ടിട്ട് നമ്മളൊരു ബേസും കാര്യങ്ങളൊക്കെ റെഡി ആവണം. അതിനൊരു നമ്മളൊരു ഒരു സ്ട്രിക്ട്നെസ് വെക്കണം. പക്ഷേ അതൊരിക്കലും അവർക്കൊരു വേദനയാകുന്ന രീതിയിലാവാൻ പാടില്ല. പക്ഷേ വേണ്ടാന്നുള്ളത് അത് പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല, അങ്ങനെ ഒരു അപ്രോച്ച് അല്ല വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂടെ ഇരുത്തി അവരെ മാക്സിമം ഹെൽപ്പ് ചെയ്തുകൊണ്ട്. ഞങ്ങളുടെ സെമിനാർ കാലഘട്ടങ്ങളിലെ രസകരമായ സംഭവം ഓർക്കുന്നുണ്ട്. സെമിനാറിലൊക്കെ പ്രത്യേകിച്ച് നോബിഷീറ്റിലൊക്കെ നല്ല കറക്ഷൻസ് കിട്ടി നമ്മളങ്ങ് മോൾഡ് ചെയ്തിരിക്കുന്ന പ്രായമാണ്. അപ്പോൾ നമ്മൾ ഏത് നിമിഷവും വെട്ടും കുത്തൊക്കെ പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ സെമിനാറിനൊക്കെ പറഞ്ഞു വിടുന്ന സമയമൊക്കെ അതാണ്, നമ്മുടെ സ്വഭാവ സവിശേഷതകളൊക്കെ കൊണ്ട് അങ്ങനെ തന്നെ പറയണം. അപ്പോൾ ഞങ്ങളുടെ നോബിഷീറ്റ് കാലത്ത് ഞങ്ങൾ 10-12 ബ്രദേഴ്സ് ഉണ്ട്. വിശുദ്ധനായൊരു അച്ഛൻ, ജോൺ അച്ഛൻ്റെ പേര്, അച്ഛനായിരുന്നു ഞങ്ങളുടെ നവീസ് മാസ്റ്റർ. വളരെ എങ്ങായിരുന്നു അച്ഛനെ. ഞങ്ങളുടെ സഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നവീസ് മാസ്റ്ററൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ച ഉപവാസമുണ്ട്.
നമുക്ക് ഈ പ്രായത്തിൽ 18 വയസ്സിലൊക്കെ ഉപവസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. കാരണം രാവിലെ തൊട്ട് ഉച്ച വരെ ക്ലാസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഉപവാസം, അതിനുശേഷം 3 മണിക്ക് പണി മാനുവൽ ലേബറിന് പോകണം, ശേഷം 4 മണിക്ക് ബാസ്കറ്റ് കളിക്കാൻ വേണ്ടി പോകണം. അത് കഴിഞ്ഞ് നമുക്ക് കാപ്പിയെ കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ലൊരു ഗ്യാപ്പുണ്ട്. അത് പിടിച്ചിരിക്കാൻ പറ്റില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ 3 മണിക്ക് പണി കഴിഞ്ഞിട്ട് 3:45 കളിക്കാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് പേര് കൂടി ചില കലാപരിപാടിയൊക്കെ ഒപ്പിക്കും. ഞങ്ങൾ പതുക്കെ സ്റ്റോർ റൂമിൽ കയറിയിട്ട് സ്റ്റോർ റൂം ക്ലീനിങ് എന്നതിൽ പഴയ അത്യാവശ്യം സ്നാക്സ് ഒക്കെ എടുത്ത് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കളിക്കാനുള്ള എനർജി സമ്പാദിക്കുന്നത്. എന്നിട്ടൊക്കെ പോകും. അപ്പോൾ ഉപവാസവും പൊട്ടി, കളിക്ക് പോകാനും പറ്റി. അങ്ങനെ എല്ലാം ഒരു ദിവസം ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട് ബാച്ചിലെ എല്ലാവരും കൂടി ഇരുന്ന് 3 മണിയുടെ ക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കളിക്കാൻ പോകുന്നതിന് മുമ്പുള്ള ഉപവാസം പൊട്ടിക്കൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് അച്ഛൻ അതുവഴി കയറി വന്നു. അച്ഛൻ വാതിൽ കൊടുത്തപ്പോൾ ഞങ്ങൾ 11 പേര് അടുത്തിട്ടുണ്ട്. ആർക്കും രക്ഷപ്പെടാനില്ല അതിനകത്ത്. അച്ഛനൊന്നും മിണ്ടിയില്ല. അച്ഛൻ നോക്കി കഥ കടച്ചിട്ട് അച്ഛൻ ഇറങ്ങിപ്പോയി. അന്ന് കഴിക്കണമെന്നാണ്. ഞങ്ങളവിടെ ഇരുന്ന് കഴിച്ചു തീർക്കാതെ ഞങ്ങളും പിന്നെ പേടിച്ചിട്ട് വേഗം പണിയാൻ വേണ്ടി ഞങ്ങൾ ഓടിപ്പോയി. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ സത്സംഗമുണ്ട്, എല്ലാവരും കൂടി വർത്താനം പറഞ്ഞ സമയം. അന്നേരമാണ് കറക്ഷൻസ് ഒക്കെ അച്ഛൻ സാധാരണ നമുക്ക് കോമൺ ആയിട്ട് തരണ്ടാക്കി തരുന്നത്, അല്ലെങ്കിൽ മുറി വിളിച്ച് തരത്തുള്ളൂ. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞങ്ങളപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ഇന്ന് ഇടി പൊട്ടും, ഇന്ന് പണി കിട്ടും, ആർക്കെങ്കിലൊക്കെ പണി കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകുന്ന തൊട്ട് മുമ്പ് അച്ഛൻ പറഞ്ഞു, ഒറ്റ വാക്കേ പറഞ്ഞോളൂ, ഇനി മുതൽ നമ്മുടെ നോഷിറ്റിൽ വെള്ളിയാഴ്ച ഉപവാസം ഉണ്ടായിരിക്കുന്നതല്ല. കറക്ഷൻ അതാണ്. അത് പറഞ്ഞു കുഞ്ഞുങ്ങൾ നിങ്ങൾ വിശന്നിരിക്കുന്ന പ്രായമാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കമ്പൽ ചെയ്തൊരു പാപം ചെയ്യിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നില്ല. ഞങ്ങളെല്ലാവരും സത്യം പറഞ്ഞാൽ അതിനുശേഷം ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം അച്ഛനോട് കൂടി. ഇങ്ങനെയും കറക്റ്റ് ചെയ്യാം. നമ്മൾ ശരിക്കും ചങ്കൂട്ടി പോകും ഇങ്ങനെ കറക്ഷൻ കിട്ടുമ്പോഴത്തേക്ക്. ചില സൈലൻസ് അല്ലെങ്കിൽ ചില സ്വന്തമായിട്ട് ഏറ്റെടുക്കലൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അങ്ങനെ കുടുംബത്തിൽ അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ സൈലൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് എന്നെ തന്നെ ദൈവം പഠിപ്പിച്ചൊരു അനുഭവമാണ്. ഒരു ദിവസം ഇവൻ എന്തോ ഒരു കള്ളത്തരം ചെയ്തു. രണ്ടാമത്തവൻ കള്ളത്തരം ചെയ്യുക മാത്രമല്ല, അവൻ അത് കള്ളം പറയുകയും ചെയ്തു. നിസ്സാര കാര്യമാണ്. പക്ഷേ ഞാൻ അവനോട് ഇത്രമാത്രം ആദ്യമേ തന്നെ റിയാക്ഷൻ അവനോട് ഇത്രേ പറഞ്ഞുള്ളൂ, മോനെ നീ രണ്ട് തെറ്റാണ്. ഇപ്പം കള്ളം പറയുകയും ചെയ്തു, നീ കള്ളത്തരം ചെയ്യുകയും ചെയ്തു, ഇനി ഇത് ആവർത്തിക്കരുത്, അത് ചെയ്യുന്നത് തെറ്റാണ്. ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സേ ഉള്ളൂ. ആ സമയത്ത് എനിക്ക് ദേഷ്യപ്പെടാൻ പോലും, അല്ലെങ്കിൽ എൻ്റെ ടോണിൽ പോലും ആ ദേഷ്യം കലർന്നിട്ടില്ല. എന്താണെന്നറിയത്തില്ല, അങ്ങനത്തെ ഒരു സൈലൻസ് ആ സമയത്ത് എനിക്ക് പരിശുദ്ധാത്മാവ് തന്നെന്ന് പറയാം. എന്നിട്ട് ഞാൻ അങ്ങ് കിച്ചണിലേക്ക് പോയി. അവിടെ നിന്ന് ഞാനിങ്ങനെ ബാക്കി ഇവന് ചായ എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ ഇവൻ പെട്ടെന്ന് ഇവനതങ്ങോട്ട് കൊണ്ടെന്ന് തോന്നുന്നു. അവൻ ചെന്നിട്ട് ഒരു പേപ്പർ എടുത്തിട്ട്, ഒരു ചെറിയ പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് ഐ ആം സോറി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് അമ്മയുടെ അടുക്കെ കൊണ്ടുവന്നിട്ട് തന്നു. അമ്മേ ഇങ്ങനെ തന്നു. അപ്പം ഞാനിങ്ങനെ ഇത് വായിച്ചു. ഞാൻ പറഞ്ഞു സാരമില്ലടാ, കുഴപ്പമില്ല. എന്നിട്ടും അവന് പറ്റുന്നില്ല. അപ്പോൾ അവൻ പിന്നെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, അമ്മ ഞാൻ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർക്കുക, ചില സമയത്തെ നമ്മളുടെ പെടപ്പിനേക്കാൾ നമ്മൾ അങ്ങോട്ട് ചിലപ്പോൾ നമ്മുടെ ദേഷ്യം എന്ത് ഇവനിങ്ങനെ ചെയ്തല്ലോ, ഇവനിങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള ഒരു ഇതിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ ആദ്യത്തെ റിയാക്ഷൻ. പലപ്പോഴും നമ്മൾ റിയാക്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ചില സമയത്ത് നല്ല സൈലൻസിന് ഭയങ്കര ഗുണമുണ്ടെന്ന് ദൈവം നമ്മളെ പഠിപ്പിച്ചു തന്നൊരു അവസരമായിരുന്നു. എനിക്ക് തോന്നുന്നത് സർപ്രൈസുകൾ നമ്മൾ കൊടുക്കണം പിള്ളേർക്ക്. ഇങ്ങനത്തെ സർപ്രൈസുകൾ നമ്മൾ കൊടുക്കണം. അതായത് അവർ പ്രതീക്ഷിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുമ്പം പലപ്പോഴും നമ്മുടെ ലൈഫിൽ സർപ്രൈസുകൾ നമുക്ക് നെഗറ്റീവ് ഇൻഫ്ലുവൻസാണ് തരുന്നത്, അല്ലേ? നമ്മുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പം ഈ പിള്ളേരുടെ ലൈഫിൽ സർപ്രൈസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പേരൻസിന് മാത്രമേ പറ്റുള്ളൂ. കാരണം അവരെ ആ സ്നേഹത്തോടു കൂടി ചെയ്യാം. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് സർപ്രൈസുകൾ കൊടുക്കുമ്പം ഈ ഒരു പറഞ്ഞ ആറ്റിറ്റ്യൂഡൽ ചേഞ്ചസ് ചിലപ്പോൾ സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എനിക്ക് വന്ന് പറയാൻ പറ്റുന്ന ഒരു സ്പോട്ട്. അതായത് എനിക്ക് പെട്ടെന്ന് പറഞ്ഞു വന്നപ്പോൾ ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നടത്തുന്ന ഈ മിറക്കിൾസ് വാസ്തവത്തിൽ ഇത് തന്നെയാണ്, സർപ്രൈസുകളാണ്. അത് നമ്മളെ നേരെ ഒരു ടേൺ അറൗണ്ടിൽ യു ടേൺ എടുപ്പിക്കാൻ പലപ്പോഴും ഇതുപോലുള്ള മിറക്കിൾസിന് സാധിക്കും. മിറക്കിൾ അല്ലത്, അത് നമുക്കൊരു ഒരു ഈ വിശുദ്ധരുടെ ജീവിതത്തിൽ സംഭവിക്കപ്പെടുന്ന വലിയ മിറക്കിൾസ് എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെയാണ്. ഇത് കർത്താവ് കൊടുത്ത സർപ്രൈസ്. അത് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്, റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളത്. അതെ അതെ, റിയലൈസേഷൻ പോയിന്റ്. ഞാനിങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ഈ കുഞ്ഞുങ്ങളോട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ സംഭവം ഓർക്കണം. ചെറുപ്പക്കാരനായ ഒരു അപ്പൻ എന്നോട് പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അപ്പൻ നല്ല ഫ്രണ്ട്ലിയാണ്, മക്കളോടൊക്കെ നല്ല സ്വാതന്ത്ര്യം കൊടുക്കുന്ന അപ്പനാണ്. അപ്പോൾ ഒരു ദിവസം മകള് 6ലോ 5ലോ പഠിക്കുന്ന മകൾ വന്നിട്ട് പറയാണ്, അപ്പോൾ എന്നോട് ഇന്ന് പേടിച്ച് വരച്ചിട്ടൊക്കെ വരുന്നത്, എന്നോട് ഇന്നൊരാൾ ഒരു പയ്യൻ വന്നിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു, ഇഷ്ടമെന്ന് പറയുന്നത്. കൊച്ചുന്നിട്ട് ഇങ്ങനെ വീണ്ടും വിറക്കലും പേടിപ്പിക്കലും പെർപ്ലക്സ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം വളരെ കൂളായിട്ട് പറയാം, അതിനിപ്പോൾ എന്താ, അവന് പ്രായമായത് പറയാനുള്ള പ്രായമായി, അതുകൊണ്ട് അവൻ നിന്നോട് എക്സ്പ്രസ് ചെയ്തു. നിനക്കത് അതിനുള്ള പ്രായമായിട്ടില്ല, അതുകൊണ്ട് നീ അതിനോട് പ്രത്യേകിച്ച് നിനക്ക് പേടിയും വിറയലൊക്കെ തോന്നി. അത് സ്വാഭാവികമായിട്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു വളർച്ചയുടെ പ്രായം എത്തുമ്പോൾ തോന്നുന്ന ചില വികാരങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിന് അതർവേ ഉണ്ട്.
അങ്ങനെ സംഭവിച്ചോ, പോയേക്കാം, അവനോട് ചോദിക്കാം, നീ അങ്ങനെ അലമ്പി നടന്നിട്ടല്ലേ, നീ അങ്ങനെ അവനെ പോയി ചിരിച്ച് കാണിച്ചിട്ടല്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഫെറോഷ്യസ് ആയ രീതിയിൽ അങ്ങോട്ട് പ്രതികരിക്കാം. അങ്ങനെയെങ്കിൽ പിന്നെ വേറൊരുത്തൻ അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്താൽ പോലും ഒരിക്കലും ഈ അപ്പൻ്റെ കൊച്ചു വരത്തില്ല. ഇനി മറുപടി ഉണ്ട്. അപ്പൻ എന്നിട്ട് പിന്നെ പറയാണ്, അച്ഛാ ആ വർഷം തന്നെ എൻ്റെ കൊച്ചിന് 9 ലവ് ലെറ്റർ കിട്ടി. അഞ്ഞാണത്ത് പഠിക്കുന്ന കൊച്ചിനാണ് ഇതെല്ലാം കൊച്ചു കൊണ്ട് തരുന്നത് ഇങ്ങോട്ടാണ്. എൻ്റെ അപ്പൻ അടുത്ത പോയിന്റ് പറഞ്ഞു കൊടുക്കുകയാണ്, അവനെ നീ അവനോട് പറയണം ഐ ആം കമ്മിറ്റഡ്. അപ്പോൾ കൊച്ചിന് മനസ്സിലായല്ലോ ഐ ആം കമ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്നാണ്. അപ്പോൾ പറഞ്ഞു കൊടുക്കണം, എനിക്ക് വേറെ ആൾ ഇഷ്ടമാണ്. ആരാണ്? എനിക്ക് ഈശോനെ ഇഷ്ടമാണ്, ഞാൻ ഈശോയോട് കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞേക്കാൻ. കൊച്ചിന് മുഴുവൻ അർത്ഥം മനസ്സിലായെന്ന് പോലും അറിയത്തില്ല. കൊച്ചു അതുപോലെ തന്നെ എന്ന് ആ പയ്യനോട് പറയാണ്, ഐ ആം കമ്മിറ്റഡ് ടു ജീസസ്, എവരിതിങ് ഈസ് ഓവർ, പ്രശ്നം കഴിഞ്ഞു. ഇതാണ് ഒരു സ്വാതന്ത്ര്യം കൊടുത്ത് തിരുത്തപ്പെടുന്നതിൻ്റെ വലിയൊരു ലോകം. അതുകൊണ്ട് വലിയ ദുരന്തങ്ങളൊക്കെ ഇവരുടെ ടീനേജൊക്കെ എത്തുമ്പോഴാണല്ലോ ദുരന്തങ്ങളിലേക്ക് വീണ് തുടങ്ങും പിള്ളേർ. അന്നേരമൊക്കെ ഭയങ്കര കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള സ്നേഹപൂർവ്വമായ തിരുത്തലുകൾ സാധിക്കും. എനിക്ക് പലപ്പോഴും തോന്നിട്ടുള്ള അച്ഛൻ ഇത് വാടി ചെയ്യുമ്പോൾ എനിക്ക് തോന്നിട്ടുള്ള ഈ അപ്പന് ശരിക്കും ഒരു കാമുകന്റെ സ്നേഹം മക്കൾക്ക് കൊടുക്കാൻ പറ്റും. അതായത് വേറൊരു ആംഗിളാണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞ ഈ ഒരു കാമുകൻ എന്താ ചെയ്യുന്നത്, അവർ ഒരു ഹഗ് ചെയ്യുക, ഒരു കിസ് ചെയ്യുക, ഒരു ടച്ച്, ഒരു പേഴ്സണൽ കെയർ, അതും ഒരു പേടിയുടെ ലെവലിൽ നിന്ന് അവർ ചെയ്യുന്നത്. അപ്പന് സ്വാതന്ത്ര്യത്തോടെ മോളെ കെട്ടിപ്പിടിക്കാം. നിനക്കൊരു ആശ്വാസമാണ്. ശരിക്കും ടീനേജ് പ്രായമാകുമ്പം ശരിക്കും അമ്മ മകന്റെയും അപ്പൻ ശരിക്കും മകളുടെയും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും പോലെ ബിഹേവ് ചെയ്യണമെന്നുള്ളതാണ്. ഒക്കേഷണലി എങ്കിലേ ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് 4 പെൺകുട്ടികളാണ് ഉള്ളത്. ഇവര് ഡ്രസ് ചെയ്ത് നന്നായിട്ട് പ്രേമിച്ച് പ്രേമത്തിന്റെ ഒരു വശം ഞാൻ പറയാം, പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്തതൊന്നും എനിക്ക് അവകാശപ്പെടാനും പറ്റില്ല. പക്ഷേ ഞാൻ പറയണം, അവര് ഒരു നന്നായിട്ടൊരു ഡ്രസ്സ് ചെയ്ത് കോളേജിലൊക്കെ എവിടെയാന്ന് വെച്ചാൽ സ്കൂളിലേക്കോ ഒക്കെ പോകാനായിട്ട് ഇറങ്ങി വരുമ്പം യൂണിഫോം ഇട്ടുകൊണ്ട് വരുന്നതായിരിക്കും ചിലപ്പം 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ. കൊള്ളാമല്ലോ, സുന്ദരിയായിട്ടുണ്ടല്ലോ, ഇന്ന് കൊള്ളാമല്ലോ, അടിപൊളി എന്നൊരിത് പറയാം. അപ്പം ഞാൻ ഓർക്കുന്നതെന്ന് വെച്ചാൽ അത് എനിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് തോന്നുന്നു. പിന്നെ എൻ്റെ ഭാര്യയുടെ ചില പ്രോത്സാഹനമുണ്ട്. കാരണം അത് ഭാര്യ പറഞ്ഞിട്ട് കാര്യമില്ല, ഭാര്യ പറഞ്ഞിട്ട് കാര്യമില്ലെന്നല്ല, ഭാര്യയോട് ചോദിക്കും, അമ്മ എങ്ങനെയുണ്ട്, കുഴപ്പമില്ലടി പൊക്കോ. സർപ്രൈസ് കൊടുക്കുക. അപ്പൻ ഇതൊക്കെ പറയാം. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓർക്കുകയാണ് എൻ്റെ ഭാര്യയും അത് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ സംസാരിച്ചപ്പം ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് അവൾ പോകുന്ന വഴിക്ക് ഒരുത്തം നിന്നുകൊണ്ട് സുന്ദരിയാണല്ലോ എന്ന് പറഞ്ഞാൽ വളാവ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ അവൾക്ക് കിട്ടിയതാ. മറ്റേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞ, രണ്ടാമത്തവൻ അവന് ശരിക്കും ഒരു വാംത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുത്തനാണ്. കാരണം ഇപ്പം നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നില്ല, ടച്ചും ഇതൊക്കെ, അതായത് പഠിക്കാൻ അവനിപ്പം എടാ ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കണം, അപ്പോൾ എനിക്ക് പഠിക്കാം, ഞാൻ കളിക്കുക, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല. അപ്പോഴത്തേനും ഞാൻ ശരിക്കും നമ്മളൊരു കാമായിട്ട് അവനെ ഇങ്ങനെ വിളിച്ചിരുത്തിയിട്ട്, എടാ വാടാ നമുക്ക് പഠിക്കാം. അവനൊന്ന് കെട്ടിപ്പിടിച്ചു, ഒരു ഉമ്മ കൊടുത്തു, തീർന്നു, അവൻ ഫ്ലാറ്റായി, അവൻ ആ ചാപ്റ്റർ ഫുൾ പഠിച്ചു. അപ്പോൾ എനിക്ക് എപ്പോഴും ഇവനെ ഡീൽ ചെയ്യാൻ ഈ ഒരു ടച്ചും ഈ ഹഗ്ഗും മാത്രം മതി, പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക്. ഇത് തന്നെ വലിയ കറക്ഷനാണ്, ഈ സ്നേഹവും തൊടലും പിടിക്കലും. അല്ല, ഞാൻ പറഞ്ഞ ഇവർ പഠിക്കുന്ന ഒരു ലേണിങ് ഭയങ്കരമാണ്. അവരുടെ ലൈഫിൽ നാളെ നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ ശരിക്കും അവർ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ പറഞ്ഞ നമ്മൾ പലപ്പോഴും കാണിക്കുന്ന ഇറിറ്റേഷൻസ് നമ്മൾ ചിന്തിച്ച് നോക്കി അറിയാൻ പറ്റും. നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന തെറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും വെച്ചിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്, അല്ലേ? അത് ഇൻഫ്ലുവൻഷ്യലാണ് ശരിക്കും. കൊടുക്കാൻ പറ്റുള്ളൂ, ഇല്ലാത്തത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇതെല്ലാം പറഞ്ഞ കൾച്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഭാഗം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ക്യാരി ഫോർവേഡ് ചെയ്ത് വരുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ കുടുംബത്തെ എനിക്ക് പിന്നെ ഒരു പ്ലസ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പം 3 പേരുടെയും കാര്യങ്ങളിൽ ഇപ്പം ഞങ്ങൾ 2 പേരും ചിലപ്പോൾ പർട്ടിക്കുലറായിട്ട് ഇടപെടേണ്ട ചില കാര്യങ്ങളുണ്ടാവും. ഇപ്പം ചില കാര്യങ്ങളിൽ അപ്പൻ തന്നെ ഇടപെട്ടാലേ പറ്റുള്ളൂ, ചില കാര്യങ്ങൾ അമ്മ തന്നെ അത് ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റും. എടി നീ ഇപ്പം ഇങ്ങനത്തെ ഒരു കാര്യം അവളുടെ കാര്യത്തിൽ ചെയ്യണം, അത് നീ പറഞ്ഞാലേ ശരിയാവത്തുള്ളൂ, അല്ല തിരിച്ച് ഞാൻ പറയാം അപ്പ ഇപ്പം ഈ കറക്ഷൻസ് അവന് ഇപ്പം അപ്പയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ പരസ്പരം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ പ്രോപ്പറായിട്ട് നടക്കേണ്ടതാണ് അപ്പൻ്റെ അമ്മയുടെ, അല്ലെങ്കിൽ പിള്ളേര് വളരെ നൈസായിട്ട് പറ്റിക്കും. ഇത് പറഞ്ഞു വരുമ്പം ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ പിന്നെ 2-3 കാര്യം പറഞ്ഞു. ഒന്ന്, എൻ്റെ ഈ മകനെ, ഈ 3ാമത്തെ മകന് അവൻ ഇങ്ങനെയാണ്, അവന് ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ അവനൊരു വാംത്ത് കൊടുത്തു കഴിഞ്ഞാൽ, അവനെ ഒന്ന് തലോടി കഴിഞ്ഞാൽ, അല്ലേ? അതുപോലെ തന്നെ പിന്നെ വീണ്ടും പറയായിരുന്നു, ഇത് അപ്പ ചെയ്യേണ്ടതാണ് അല്ലെ അമ്മ ചെയ്യേണ്ടതാണ് എന്നൊരു ഇതിനകത്തെല്ലാം ഒരു സംഭവമുണ്ട്. പരസ്പരം ഇവർക്ക് അറിയാം, ഭാര്യയ്ക്ക് ഭർത്താവിനെ അറിയാം, അയാളുടെ പ്ലസ് എന്താണ് മൈനസ് എന്താണ്, ഇത് 2 പേരുടെ അവരവർക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. മക്കളുടെ പ്ലസും മൈനസും അതും അറിയാം. ഓരോരുത്തരും എങ്ങനെയാണ് കൈകാര്യം. വാസ്തവം പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിൽ അതിന് നേരം കണ്ടെത്തുന്നില്ല.
നമ്മൾ ഉടനെ തന്നെ ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ പ്രശ്നമാണ്, മൊത്തം അതിന്റെ ഒരു ജോയോട് പറഞ്ഞ Solution പോലെ tap നമ്മുടെ വീട്ടിലാണ് ഏറ്റവും നല്ല സൈക്കോളജിസ്റ്റും തെറാപ്പിസ്റ്റും ഒക്കെ ഉള്ളത്. ശരിക്കും ഹഗ്ഗിങ് തെറാപ്പി, ലവ് തെറാപ്പി, ടച്ച് തെറാപ്പി എന്നൊക്കെ പറയുന്നത് നമുക്ക് പാരൻസിനല്ലേ അല്ലെങ്കിൽ ദമ്പതികൾ തമ്മിലാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും അവിടെ തന്നെ ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉള്ളത്, എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങൾ രണ്ടും ഒരു ഒറ്റയ്ക്കായിട്ടുള്ള ഡിസിഷൻ ഇല്ല എന്നുള്ള കാര്യം പിള്ളേർക്ക് നേരത്തെ അങ്ങ് മനസ്സിലാക്കി കൊടുത്തു. അത് വളരെ ക്ലിയർ ആയി ചെയ്യേണ്ട പോയിന്റാ. പിള്ളേർ പറ്റിക്കും. അതാണ് പറ്റിക്കും. അപ്പം അല്ല, ഇൻഫ്ലുവൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ഇല്ല. അതായത് ഒരാൾ അപ്പനോട് ഒരു കാര്യം ചോദിക്കും, അമ്മയോട് അടുത്ത കാര്യം ചോദിക്കും. അപ്പൻ അനുഭവിച്ചല്ലോ, അമ്മ അനുഭവിച്ചില്ല. അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ വേണ്ടെന്ന് പറഞ്ഞൊരു കാര്യം അമ്മയെ കൊണ്ട് നമുക്ക് പ്രസ് ചെയ്ത് ചെയ്യിപ്പിക്കാം. അങ്ങനെയൊക്കെയുള്ള ചില ഇത് നമ്മളെക്കാൾ ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണ്. തീർച്ചയായിട്ടും പറഞ്ഞ പോലെ അപ്പൊ ടാക്ടിക്സ് നമ്മൾ അവരുടെ ഒപ്പം നിന്ന് ചെയ്താലേ ഉള്ളൂ നമുക്ക് ഇപ്പോൾ പിടിച്ചു പിടിക്കാൻ പറ്റും. അപ്പം പക്ഷേ നമ്മൾ ചില കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ്മെന്റ്സ് ചെയ്യണം ചില കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളത് പറയാറുണ്ട്. അമ്മ നോ പറഞ്ഞാൽ പിന്നെ അപ്പയോട് ചോദിക്കേണ്ട കാര്യമില്ല. അമ്മ അപ്പ ഒന്നാണ്, ഒരു ഡിസിഷനേ ഉള്ളൂ. അമ്മ അപ്പ ഒന്നാണ്. അത് അമ്മ പറഞ്ഞു പോയാൽ നോ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ അപ്പയുടെ നെസ് കിട്ടേണ്ടതായിരുന്നെങ്കിൽ അത് നോ ആയിപ്പോയി. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ചില ഒരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ അതും അവർക്ക് വേദനയില്ല. കാര്യം എൻ്റെ അമ്മയെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. നാളെ അവനൊരു കല്യാണം കഴിക്കുമ്പം അവൻ്റെ വൈഫിനെ അവന് റെസ്പെക്ട് ചെയ്യാൻ തോന്നും. ഉറപ്പായിട്ടും വലിയൊരു ലെസണാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴേ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അത് അങ്ങനത്തെ ശീലങ്ങൾ ഇംബൈബ് ചെയ്ത് വരും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഈ പിള്ളേരെ തിരുത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ ഒത്തിരി നോ കുഞ്ഞുങ്ങളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന പിള്ളേർ കൃത്യമായിട്ട് റിബലുകളായി മാറും. തുടർച്ചയായിട്ട് ചില വീടുകളിലേക്ക് ചെന്നാൽ എല്ലാത്തിനും നോയേ ഉള്ളൂ. അതിപ്പോൾ അപ്പൻ്റെ പേര് നോ എന്നൊക്കെ നമുക്ക് എഴുതി വെക്കേണ്ടി വരും. അങ്ങോട്ട് ചോദിച്ചാൽ നോ മാത്രമേ കിട്ടാനുള്ളൂ. എന്നിട്ട് പറയും പിതാവായ ദൈവം അപ്പനും ഒന്നാന്ന് പറയാം. എങ്ങനെ ഇതാണ് പിതാവായ ദൈവം. അത് വലിയൊരു ദുരന്തം തന്നെയാണ്. കാരണം പലപ്പോഴും പിള്ളേരുടെ കോൺഫിഡൻസ് ലെവൽ ഇടിഞ്ഞു പോകും. ഈ ഭയങ്കര ഹാർഷായിട്ടുള്ള കറക്ഷൻ ഞാൻ വിശ്വസിക്കത്തില്ല. ഈ കാലഘട്ടത്തിൽ പോലും ഒരു സുവിശേഷ പ്രഘോഷകനായ ഒരു അപ്പനാണ് മകളെ ദേഷ്യം വന്നിട്ട് ബെൽറ്റൂരി അടിച്ചു. ഈ കൊച്ചിനെടുക്ക് വന്നിട്ട് കരഞ്ഞോണ്ട് പറയണം, യു നോ ഫാദർ, ഐ ആം 18-year ഗേൾ, എന്നിട്ട് എൻ്റെ അപ്പൻ എന്നെ ബെൽറ്റൂരി അടിച്ചെന്ന് പറഞ്ഞാൽ യു വോണ്ട് ബിലീവ്. ഞാൻ ഞെട്ടിപ്പോയി ഇത് കേട്ടപ്പോഴത്തേക്ക്. ഇത് നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രായത്തിൽ പോലും അവരെ കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ ഒട്ടും. ഇനി ഈ കൊച്ചിന് എങ്ങനെ പിതാവായ ദൈവവും അപ്പനാന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? അല്ലെങ്കിൽ പിന്നെ തന്നെ ആണെങ്കിൽ പോലും ഒരു അപ്പൻ ഫിഗർ അല്ലെങ്കിൽ ഒരു പുരുഷ ഫിഗറിനെ പറ്റിയൊക്കെ എങ്ങനെ നല്ല പിക്ചറുകൾ കുഞ്ഞുങ്ങൾക്ക് കിട്ടും? ഇത്രയും ഭീകരമായ ഓർമ്മകളൊക്കെ തന്നെ കിടക്കുന്നത്. കറക്റ്റാണ്. കാരണം ഈ മിക്ക കൗൺസിലിംഗ് ടീനേജ് ആയിട്ടുള്ള പിള്ളേരുടെ പെൺകുട്ടികളുടെ പ്രത്യേകിച്ച് അവരപ്പന്മാരെ ശരിക്കും മിസ്സാവുന്നത്. അതായത് അവർ പിന്നെ ഞാൻ ചില സമയങ്ങളിലൊക്കെ പിള്ളേർ വലിയ വീർത്ത് വന്നിട്ട് മുഖമൊക്കെ വീർത്ത് വന്ന പിള്ളേർ ഇങ്ങനെ നമ്മൾ ചോദിച്ച് വരുമ്പോഴത്തേക്കിനും അപ്പൻ്റെ കേസ് വന്നു കഴിഞ്ഞിട്ട് അപ്പനോടുള്ള അപ്പൻ ചെയ്യാത്ത കരുതലുകളും അപ്പൻ ആ സമയത്ത് കൃത്യമായിട്ട് ഇടപെടാത്തതും സ്നേഹിക്കാത്തതും പിന്നെ ഈ കൊച്ചങ്ങ് പൊട്ടിക്കരയുവാണ് ഇത് പറഞ്ഞുകൊണ്ട്. അപ്പം ഇങ്ങനെ എന്നിട്ട് ഞാനിങ്ങനെ അവരോട് പറയും, മോളെ ശരിക്കും ഈശോയെ നീ അപ്പനായിട്ട് എടുക്കുക, അപ്പനെ സ്നേഹിച്ച് ക്ഷമിച്ച് തുടങ്ങുന്നൊക്കെ പറയുമ്പോഴത്തേനും ഈ കൊച്ച് വലിയ വായിലയാണ് പിന്നെ അത് ഭയങ്കര ഒരു പോയിന്റാണ് ഈ ഒരു സംഭവം. കാരണം പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും അപ്പന്മാരുടെ ഇങ്ങനത്തെ ഒരു കരുതൽ ഭയങ്കര. അതായത് എൻ്റെ അപ്പനെയും അമ്മേനെയും വേദനിപ്പിക്കാനായിട്ട് എനിക്കൊരു കുഞ്ഞു താല്പര്യത്തിൽ പോലും ലെവലിൽ പോലും താല്പര്യം എന്നുള്ളതുകൊണ്ട് തെറ്റിയത്തില്ല. പറഞ്ഞ ആ ഒരു പോയിന്റും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് പോകുന്നല്ലാതെ എനിക്ക് തോന്നുന്നു. നോ പറയാതിരിക്കുക എന്നൊരു തീരുമാനമല്ല, അതായാലും വലിയ മണ്ടത്തരം. എന്നുകൊണ്ട് ഞാൻ ഒരെണ്ണം ഞാൻ ഏസ് പറഞ്ഞു, അടുത്തത് നോ പറയാം, അങ്ങനെ ഒരു തോന്നില്ല. അങ്ങനെ ഒരു വിസ്ഡം വേണം. ഒന്നാണ്. രണ്ട്, എനിക്ക് തോന്നുന്ന കാര്യം പ്രായത്തിനനുസരിച്ച് അവരെ അതിൻ്റെ കാര്യം എന്തുകൊണ്ടും അതാണ് ഞാൻ ഓർക്കുക. എൻ്റെ അപ്പൻ ഒരു നോ പറയുന്നതിന് പകരം എന്നെ കൊണ്ട് ആ നോ പറയിപ്പിച്ച ഒരു രംഗം, ഒരു വളരെ ബുദ്ധിമുട്ട് പിടിച്ചറിയാം. ഞാൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കണം എന്ന് വളരെ താല്പര്യപ്പെട്ട് അല്ലെ ആഗ്രഹിച്ചും സ്വപ്നം കണ്ടുമൊക്കെ ഇരുന്ന കാര്യം. അന്ന് എൻട്രൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ പ്രീ ഡിഗ്രിക്ക് മാർക്ക് സ്കോർ ചെയ്യേണ്ട കിട്ടും. അപ്പോൾ എനിക്ക് ആവശ്യമായ മാർക്കും ഉണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാം എനിക്ക് വാസ്തവത്തിൽ എലിജിബിളാണ്. പക്ഷേ ഞാൻ 7 മക്കളിലെ മൂത്തയാളാണ് ഞാൻ. അപ്പോൾ അപ്പൻ്റെ അന്നത്തെ പ്രൈമറി സ്കൂൾ അധ്യാപകനായ അപ്പൻ്റെ അന്നത്തെ സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ അപ്പന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, പറ്റിയല്ല, വല്ല ഡിഗ്രിക്കൊക്കെ പോയാൽ മതി, എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാനുള്ള അതൊന്നുമില്ല, പറ്റിയല്ല, അല്ല എന്നെ കൊണ്ട് പറ്റിയല്ല, നീ പോകണ്ട, ഇങ്ങനെയൊക്കെ സ്ട്രോങ് ആയിട്ട് പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഞാനുള്ള പ്രതിഷേധം ഉയർത്താനൊന്നും പോകുന്നില്ല. ഇറ്റ്സ് ഓക്കെ, നമ്മുടെ തലവര എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ അങ്ങ് പോവുകയുണ്ടായിരുന്നുള്ളൂ. എൻ്റെ വിധി ഇങ്ങനെയൊക്കെ ഇടും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് ഞാൻ അപ്പനെക്കുറിച്ച് ഓർക്കുന്ന ഒരു മധുരോദാത്തമായ നിമിഷമായിട്ട് എടുക്കുന്നത്.
ഞാൻ ഈ ആപ്ലിക്കേഷനെല്ലാം റെഡിയാക്കി, എഞ്ചിനീയറിംഗ് കോളേജിനുള്ള ആപ്ലിക്കേഷനെല്ലാം റെഡിയാക്കിക്കൊണ്ട് ചെല്ലുമ്പം അച്ഛൻ എന്നെ എഴുന്നേറ്റ് ചേർത്ത് പിടിച്ചിട്ട്, നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച് എന്നെ പിടിച്ചു, മോനെ ഇതാണ് പരിതസ്ഥിതി, ആ ഇക്കണോമിക് സിറ്റുവേഷൻ ഷോർട്ട് റിസൈറ്റിൽ അതുകൊണ്ട് എത്തിച്ചു. എന്നിട്ട് പറയും, എന്നാലും മോൻ പോകണമെന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ വിടും, നിന്നെ ഞാൻ വിട്ടിരിക്കും, നീ പോകണമെന്ന് എഞ്ചിനീയറിംഗിന് പോകണമെന്ന് നീ പറഞ്ഞാൽ നിന്നെ ഞാൻ വിടും, പക്ഷേ നിൻ്റെ ഇളയ ആളുകൾ അതിനനുസരിച്ച് സഫർ ചെയ്യും. മോൻ തീരുമാനിച്ചു. നമ്മുടെ കയ്യിലോട്ട് വാസ്തവത്തിൽ കയ്പുള്ളൊരു തീരുമാനമാണ്, പക്ഷെ അത് അടിച്ചേൽപ്പിക്കപ്പെടുകയായിരുന്നില്ല. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ഞാൻ അക്സെപ്റ്റ് ചെയ്യായിരുന്നു. എൻ്റെ തീരുമാനമായിട്ട് എൻ്റെ തീരുമാനമായിരുന്നു അത്. എൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്തു. ഓർക്കുമ്പോൾ എനിക്ക് വേദനയുണ്ട്, പക്ഷേ അപ്പോഴും അത് എൻ്റെ തീരുമാനമല്ലേ, എൻ്റെ തീരുമാനമായിരുന്നത് കൊണ്ട് എന്നെ അത് വിഷമിപ്പിക്കുന്നില്ല. ആ സമയം എൻ്റെ അപ്പനത് ഏൽപ്പിച്ച എൻ്റെ അപ്പൻ അങ്ങനെ ആയതുകൊണ്ട് എന്നുള്ളതായിരിക്കും എനിക്ക് എപ്പോഴും നമ്മൾ ഫസ്റ്റ് പറയുന്നതായിരിക്കും. എനിക്ക് എത്താവുന്ന സ്ഥലമായിരുന്നു. ഞാൻ അവിടെ പക്ഷെ നേരെ മറിച്ച് എന്നെ സംബന്ധിച്ചുള്ള അത് ഗുണകരമായി തീർന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പിന്നീട് എൻ്റെ അനിയൻ എഞ്ചിനീയർ ആകുക എന്നുള്ളത് എൻ്റെ ആവശ്യമായി. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. നമുക്കൊന്ന് ചേർന്ന് നിന്ന് പരിശുദ്ധാത്മാവിന് വലിയൊരു വരവിനോട് പ്രാർത്ഥിക്കാം. ഈ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളൊക്കെ ചേർത്ത് പിടിക്കാം. നിങ്ങൾക്കൊന്ന് മനസ്സിലൊന്ന് കുഞ്ഞുങ്ങളോടൊക്കെ മാപ്പി വയ്ക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ വളരെ ഹാർഷായിട്ടൊക്കെ പിള്ളേർ തിരുത്തിയതിൻ്റെ മുറിവുകൾ അവർക്ക് അവശേഷിപ്പിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലെങ്കിലും കുഞ്ഞുങ്ങളോടൊന്ന് ക്ഷമ ചോദിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അത് അവർക്ക് വലിയൊരു തുറവ് കൊടുക്കും. അടഞ്ഞുപോയ വലിയ വെട്ടത്തിൻ്റെ വെളിച്ചത്തിൻ്റെ മേഖലകളിലേക്ക് അവർക്ക് വലിയൊരു വെട്ടമായി മാറുന്നത്. പരിശുദ്ധമ്മേ മാതാവേ, ഏറ്റവും നല്ല അമ്മേ, ഞങ്ങളെ കൂടുതൽ നല്ല മാതാപിതാക്കളാകുവാൻ പഠിപ്പിക്കണമേ. എങ്ങനെ തിരുത്തണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ മക്കളെ എങ്ങനെ സ്വർഗത്തിന് അണച്ചു പിടിപ്പിക്കുവാനായിട്ട് സഹായിക്കണമേ. സകല വിശുദ്ധ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്കൊന്ന് ചെയ്യാൻ തലകുനിച്ച് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.